Welcome to my class. Today we are studying an exciting new chapter in class 9th physics chapter 1 motion. Okay, in our daily life we see so many things moving, isn't it? Cars on the road, birds flying, people walking, even the hands of a clock. But have you ever wondered how do we mean this movement? What is speed? How is distance difference from displacement? In this chapter, we will explore all these questions and understand the basics of motion, types of motion, speed, velocity, and acceleration. We will also learn how to draw distance time graph and velocity time graph. Okay, let's start the class. First, we learn this chapter. We must understand the concept of rest and the motion. Okay, what is rest? Position is not changing with respect to a reference. We will call them rest. ഓക്കെ, എന്താണ് ഒരാൾ വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുവെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അയാൾ റെസ്റ്റിലാണെന്ന് പറയാം. ദാറ്റ് ടൈം ദ പേഴ്സൺ ഈസ് നോട്ട് മൂവിങ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? വി കോൾ ഹിം റെസ്റ്റ്, ഹീസ് റെസ്റ്റ്. ഓക്കെ, എന്താണ് നോട്ട് മൂവ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല. പക്ഷെ ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും മൂവിങ് വൺ പ്ലേസ് ടു അനദർ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഹീസ് ഇൻ മോഷൻ. ഓക്കെ, ഹീ ചേഞ്ച് ഹീസ് പൊസിഷൻ അല്ലേ? വൺ പ്ലേസ് ടു അനദർ. സിംപ്ലി മോഷൻ മീൻസ് ചേഞ്ച് പൊസിഷൻ ആണ്. ഇപ്പോൾ എന്ത് ഒബ്ജക്റ്റ് മോഷനിലാണ് എന്ന് പറയാൻ നമ്മൾക്ക് ആക്ച്വലി ചേഞ്ചിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കൊരു റെഫറൻസ് പോയിൻ്റ് വേണം. സോ വാട്ട് ഈസ് റെഫറൻസ് പോയിൻ്റ്? എന്താണ് റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഫസ്റ്റ് കാണുന്നത് ഒരു ലേഡി അവിടെ ഇരിക്കുന്നു. പക്ഷേ സെക്കൻഡ് പിക്ചറിൽ എന്താണ് കാണുന്നത്? ദ ബസ് ആൻഡ് ദ പാസഞ്ചേഴ്സ് ആർ മൂവിങ്. But in this case, with respect to that lady looking inside the bus and the passengers are moving അല്ലേ? നമ്മൾക്ക് എന്തോ പറയാം? ഇവിടെ ഫസ്റ്റ് കാണുന്ന പിക്ചറിൽ ഷീസ് ഇൻ റെസ്റ്റ് അല്ലേ? എന്താണ്, അയാളൊന്നും ചെയ്യുന്നില്ല അവിടെ അല്ലേ? ഷീസ് നോട്ട് ചേഞ്ച് ഹെർ പൊസിഷൻ. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ലേഡി ലുക്കിംഗ് ഇൻസൈഡ് ദ ബസ് ആൻഡ് ദ പാസഞ്ചേഴ്സ് ആർ മൂവിങ്. അപ്പോൾ എന്താണ് ഇവിടെ മോഷനായിട്ട് വരുന്നത്? ബസ്സാണ് ഇവിടെ മോഷനിൽ വരുന്നത്. പക്ഷെ ബസ് മോഷനിലായിരിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിലുള്ള ഒരാൾ ബാക്ക് സീറ്റിലുള്ള ഒരാളെ നോക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? റെസ്റ്റാണോ മോഷനാണോ? യെസ്, ഓഫ് കോഴ്സ് നമുക്ക് പറയാം റെസ്റ്റ് ആണല്ലേ. എന്താണ്, അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ തോന്നുക? അത് റെസ്റ്റിലാണ്. ഓക്കെ, അത് റെസ്റ്റാണെന്ന് പറയാം. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്? ചേഞ്ചിങ് പൊസിഷനിലെ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണ് എന്ന് പറയാൻ ആക്ച്വലി ചേഞ്ചിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾക്കൊരു റെഫറൻസ് പോയിൻ്റ് കൂടി പറയണം അല്ലേ? എന്താണ് വാട്ട് ഈസ് റെഫറൻസ് പോയിൻ്റ്? എ ഫിക്സ്ഡ് ടൈം വിത്ത് റെസ്പെക്ട് ടു വിച്ച് എ ബോഡി ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഈസ് ദി റെഫറൻസ് പോയിൻ്റ്. ഇവിടെ എന്താണ് കാണുന്നത്? ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? എർത്ത് എന്ത് ചെയ്യുന്നു? സണ്ണിനെ ഇവോൾവ് ചെയ്തിട്ട് റൗണ്ടിൽ ഇവോൾവ് ചെയ്യുന്നു അല്ലേ? എർത്ത് ഈസ് മൂവിങ് അല്ലേ? എന്താണ്, എർത്ത് പൊസിഷൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺ അവിടെ എന്താണ്? ഫിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സണ്ണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സൺ എർത്ത് ഈസ് മൂവിങ് അല്ലേ? എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റെഫറൻസ് പോയിൻ്റ്? ഇവിടെ സണ്ണാണ് റെഫറൻസ് പോയിൻ്റ്. നെക്സ്റ്റ് പിക്ചർ, സ്റ്റേഷനറി ഒബ്ജക്ട്സ് ആർ ഗുഡ് റെഫറൻസ് അല്ലേ? ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു ബിൽഡിങ് കാണുന്നുണ്ട്, ഒരു ട്രീ കാണുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഇടയിൽ കൂടി എന്താണ്? എ കാർ ഈസ് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ബിൽഡിംഗ് ഓർ ട്രീ. എന്താണ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലേക്ക് കൂടി ഒരു കാർ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ അടുത്തൊരു കാർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് കാർ എന്തായിരിക്കും? മൂവിങ്ങിലാണ് അല്ലേ? എന്താണ്, മോഷനിലാണ്. സോ റെഫറൻസ് പോയിൻ്റ് ഇവിടെ നമ്മൾക്ക് എന്ത് പറയാം? ബിൽഡിംഗ് എന്ന് പറയാം. കാരണം എന്താണ്? ബിൽഡിംഗ് ഈസ് എ ഫിക്സഡ് അല്ലേ? ഫിക്സഡ് സ്റ്റേഷനറി ഐറ്റംസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ, ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓയിൽ നിന്നല്ലേ ഒരാൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. ഇതിന് നമ്മൾക്കൊരു റോഡായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ എന്താണ്, ഓയിൽ നിന്നും എയിലേക്കും ബിയിലേക്കും പോകണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ചേഞ്ച് ഇൻ പൊസിഷൻ സംഭവിക്കുന്നു. ബട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ്, ഓയിൽ നിന്നാണ് അല്ലേ. സോ ഓ ഈസ് ദി റെഫറൻസ് പോയിൻറ്റ്. ഓക്കെ, ഓ ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ജേണി ഈസ് ദി റെഫറൻസ് പോയിൻറ്റ്. എവിടെ നിന്നാണോ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് റെഫറൻസ് പോയിൻറ്റ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, നെക്സ്റ്റ് ഡിസ്ക്രൈബ് മോഷൻ അല്ലേ. എന്താണ് ഡിസ്ക്രൈബ് മോഷൻ? ഹൗ വിൽ ഡിസ്ക്രൈബ് മോഷൻ? മോഷനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇതിലെന്താണ്, കുട്ടികൾ പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്, വാക്കിൽ, നടന്നിട്ടാണ് പോകുന്നത്. ഇത്ര ടൈമിൽ ഞാൻ അവിടെ എത്തും, ഇത്ര ഡിസ്റ്റൻസിൽ, ഇത്ര സ്പീഡിൽ, എത്ര ടൈം കൊണ്ട് എത്തും എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി പറയാൻ പറ്റും. ഇതൊക്കെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ്, ടേംസ് ആണ്. ഓക്കെ, ഇതിനെ എന്ത് പറയാം, നമ്മൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയുന്നത്? പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എ ന്യൂമറിക്കൽ വാല്യൂ. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് പറയാൻ കഴിയും, അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതാണ് അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കറിയാം ഏത് ടൈമിൽ ഞാൻ അവിടെ എത്തും അല്ലേ. അങ്ങനെ എന്ത് ടേമിൽ പറയാൻ കഴിയും, ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലേ. 15 മിനിറ്റ്സ് കൊണ്ട് ഞാൻ അവിടെ എത്തും എന്ന് പറയുന്നത് പോലെയാണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഇതാണ് നമ്മൾക്ക് എന്ത് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എ ന്യൂമറിക്കൽ വാല്യൂ. അതെന്തൊക്കെയാണ്, മെഷർ ചെയ്ത് വാല്യൂ പറയാൻ പറ്റും അല്ലേ. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? മാസ്, ടൈം, ഡിസ്റ്റൻസ്, ടെമ്പറേച്ചർ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയത് എന്താണ്, 2 മെയിൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ടു ഡിസ്ക്രൈബ് ഓവറോൾ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താണ് നമ്മൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് മനസ്സിലായില്ലേ. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യാം, നമ്മൾക്ക് 2 ആയിട്ടില്ലേ. ദ മെയിൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ടു ഡിസ്ക്രൈബ് ഓവറോൾ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? എന്താണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ഈസ് കവേർഡിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഒരു വീടുണ്ട് അല്ലേ, വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു ചർച്ച് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളി അവിടെ കവർ ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇഫ് യു ആർ ഗോയിങ് ടു സ്കൂൾ ഫ്രം ഹോം, വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണോ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ എന്താണ്, നമ്മൾ വീട്ടിൽ നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പൊസിഷനെ നമ്മൾക്ക് എന്ത് പറയാം, എവിടെ നിന്നാണോ ജേണി സ്റ്റാർട്ട് ചെയ്തത് അതാണ് ഇനീഷ്യൽ പൊസിഷൻ. എവിടേക്കാണോ ആ ജേണി കൊണ്ട് അവസാനിക്കേണ്ടത് അതാണ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പിക്ചറിൽ, വീട്ടിൽ നിന്നും പള്ളിയിലേക്കില്ലേ അത്രയുള്ള ദൂരം എത്രയാണ് പറയുന്നത്, ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ. ആൻഡ് വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും സ്കൂളിലേക്ക് എത്രയുണ്ട്, 1 കിലോമീറ്റർ അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ഈസ് കവേർഡ് ആണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പള്ളി കൂടി പാസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. പള്ളിയിൽ നിന്നും സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ഈസ് കവേർഡ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് പറയാം, ഇപ്പം വീട്ടിൽ നിന്നും പള്ളിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് പറയുന്നത്, 2 കിലോമീറ്റർ ആണ്. പള്ളിയിൽ നിന്നും സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ഈസ് കവേർഡിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും,
സ്കൂളിൽ നിന്നും പള്ളിയിലേക്ക് എത്രയായി? 2 ആയില്ലേ? 2 ബാക്കി എന്തുണ്ട്? പള്ളിയിൽ നിന്നും സ്കൂളിലേക്ക് 1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 3 കിലോമീറ്റർ. എന്താണ് അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? എന്താണ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ഈസ് കവേർഡിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 2 ഉണ്ടില്ലേ? സ്കൂളിൽ നിന്നും പള്ളിയിലേക്ക് 2, പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് 2ഉം പള്ളിയിൽ നിന്ന് സ്കൂളിലേക്ക് 1ഉമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് 3 കിലോമീറ്റർ. പിന്നെ എന്താണ് പറയുന്നത്? ഒരു സ്കൂളുണ്ട്, പള്ളി ഉണ്ടല്ലേ. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റും കൂടി കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതില്ലേ. ഇവിടെ എങ്ങനെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് നമ്മൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പോകാൻ പറ്റില്ലേ, അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതെത്രയാണ്? 1 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. ഓക്കെ, അതിനെ നമ്മൾക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം അല്ലേ. ഇവിടെ എന്താണ്? വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ലെങ്ത് എത്രയാണ് ഇവിടെ പറയുന്നത്? 1 കിലോമീറ്റർ ആണ് അല്ലേ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ എത്രയാണ് ഇവിടെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? എത്രയാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? 3 + 3 = 6 കിലോമീറ്റർ പെർ 6 കിലോമീറ്റർ. അതുപോലെ എന്താണ് ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ കൊടുത്തത്? 1 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് ജേർണി എന്താണ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ് എന്ത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത പൊസിഷനെ തന്നെ എന്താകുന്നുണ്ട്? അപ്പോൾ തിരിച്ചെത്തുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്? വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ അത് തിരിച്ചെത്തുകയാണ് അല്ലേ. സോ ഇനീഷ്യൽ പൊസിഷൻ ഈസ് എത്രയാണ്? ഇനീഷ്യൽ പൊസിഷൻ എന്താവുന്നുണ്ട്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആവുന്നുണ്ട്. ഓക്കെ, പോയി തിരിച്ച് സ്ഥാനത്ത് തന്നെ എത്തിയാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീണ്ടും എന്താവുന്നുണ്ട്? വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ എത്രയാണ്? 1 കിലോമീറ്റർ ആണല്ലേ. അതേപോലെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കും തിരിച്ചെത്തുകയാണ്. അപ്പോൾ എത്രയാണ് ദൂരം? 1 കിലോമീറ്റർ. നമ്മൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനിലെ. ഇവിടെ ഫൈനലും പൊസിഷനും 1 കിലോമീറ്റർ ആണ്. അപ്പോൾ എന്ത് പറയണ്ട? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, എന്താണ്? പോയി തിരിച്ച് ആ സ്ഥാനത്ത് തന്നെ തിരിച്ചെത്തിയാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, എന്താണ്? ഫൈനൽ പൊസിഷൻ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിലെ എന്താണ് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ ലെങ്ത് ഓഫ് പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആദ്യം എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ആദ്യം നമ്മൾക്ക് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. എത്രയാണ്? 3 കിലോമീറ്റർ ആണ്. പക്ഷെ തിരിച്ചു വരുമ്പോഴും എങ്ങനെയായിരിക്കും? അതേ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും. അപ്പോൾ എത്രയാണ്? 3 + 3 = 6 കിലോമീറ്റർ അല്ലേ. ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഹാവ് ഡയറക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തത്. എന്തൊക്കെയാണ് ഡിഫറൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസിൻ്റെ കോളത്തിൽ എന്താണ്? ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്
ഇതിപ്പോൾ നോക്കിയാൽ സ്കാലാർ ആൻഡ് എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഡയറക്ഷനും അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം അല്ലേ? എന്താണ് ഇതിൻ്റെ എക്സാംസ്? ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ്. ഓക്കെ, എന്താണ് ഇപ്പം ഡിസ്പ്ലേസ്മെൻറ്റിലുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സോഴ്സ് എന്താണ് ഡിസ്റ്റൻസ് സ്കാലാസ് ക്വാണ്ടിറ്റി ആണല്ലേ. ഓൺലി ഹാവ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ നമ്മൾക്ക് അതിനെ സ്കാലർ ക്വാണ്ടിറ്റി എന്ന് പറയാം. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, വെയ്റ്റ്, ഇതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിലെന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയിൽ നീഡ്സ് ഓൺലി എ നമ്പർ ആൻഡ് പ്രോപ്പർ യൂണിറ്റ്സ് ടു കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആണ് എന്ത്? സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിൽ എന്താണ്? ഓൺലി ഹാവ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾക്ക് അതിനെ എന്ത് പറയാം? സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഡയറക്ഷനും അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? അതിനെ നമ്മൾക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം അല്ലേ? എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി നീഡ്സ് ഓൺലി എ നമ്പർ ആൻഡ് പ്രോപ്പർ ഇൻസൈഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് അല്ലേ? അതിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് കൊടുത്തത്? മോഷൻ, ടെമ്പറേച്ചർ, ലെങ്ത്. ഇപ്പം എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് റിക്വയർസ് ബോത്ത് എ number called is magnitude and directions along with proper